മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ ഇന്നലെ കേന്ദ്രം നയം വ്യക്തമാക്കിയത് സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും, സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. കേന്ദ്ര അല്ല, അതായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് നിയമപരമായിട്ട് അംഗീകരിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ ഇപ്പോൾ നിയമവിരുദ്ധമായിട്ടൊരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. റൈറ്റ്. എല്ലാ KSRTC വളരെ വേഗം മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പ് ഞാൻ തന്നെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 149 വന്നിട്ടുണ്ട്. നീണ്ട ഒരു നമ്പറൊന്നും ആവശ്യമില്ല. പക്ഷെ വെയിറ്റിംഗ് 12 സെക്കൻഡിലേക്ക് എങ്കിലും നമുക്ക് ആ കോൾ എടുക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. ഈ KSRTC മെഡിക്കൽ സെന്ററുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും തീരുമാനമാവും? കാരണം കൂട്ടിപ്പോയി എന്നാണ് വാർത്ത. മെഡിക്കൽ സെന്ററിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണം. കാരണം അതിന് കുറെ കൂടെ പൈസ ആവശ്യമുണ്ട്. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് തുടങ്ങിയാൽ പിന്നെ അത് നടത്തിക്കൊണ്ട് പോകുന്നത് വളരെ വൃത്തിയായിട്ട് നടത്തിക്കൊണ്ട് പോകണം. അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. നിലവിലിപ്പം ശ്രീമൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്മാറിയിട്ടുണ്ട്. ഇപ്പം വേറെ ആരെങ്കിലും കണ്ടെത്തുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞില്ല, തീരുമാനിച്ചിട്ടില്ല. എന്താ ചോദിച്ചത്? കൊറിയർ സർവീസിന്റെ കാര്യത്തിലോ? കൊറിയർ സർവീസ് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ തുടങ്ങുക. കാരണം ഇത് ആന്ധ്രയിലൊരു കമ്പനിയാണ് നടത്തിയത്. ഭയങ്കര ഫെയിലിയറായി. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമില്ല, വാടക അവരെടുത്ത സ്ഥലത്തിന് വാടകയില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് സേവനമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരിട്ട് നടത്തുകയാണ്. KSRTC അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഒരു നല്ല ഡിസ്കഷൻ വേണം. പുതിയൊരു മേഖലയിലേക്ക് KSRTC കടക്കണോ, നമ്മുടെ ഒരു എന്താ പറയുക കോർ കോമ്പിറ്റൻസ് ഉള്ളൊരു സ്ഥലമാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് അറിയിക്കാം. ഈ കൊറിയറിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി വന്നത് പലപ്പോഴും ദൂരെയുള്ള ഡിപ്പോയിൽ നിന്ന് ഇത് വാങ്ങേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. ഇത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവോ? അല്ല, അതിപ്പോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇത് പിന്നെ കൊടുക്കാനും മേടിക്കാനുമുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിക്കും. ഇതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ കൗണ്ടറിൽ തന്നെ നമുക്ക് വലിയ ഘനമില്ലാത്ത സംഗതികൾ വേണമെങ്കിൽ എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു ഇത് കിട്ടും. മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ ഇന്നലെ കേന്ദ്രം നയം വ്യക്തമാക്കിയത് സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും, സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. കേന്ദ്ര അല്ല, അതായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് നിയമപരമായിട്ട് അംഗീകരിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ ഇപ്പോൾ നിയമവിരുദ്ധമായിട്ടൊരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. റൈറ്റ്.